നമസ്കാരം. നമ്മളോടൊപ്പം ഇപ്പോൾ ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. വലിയ വിജയത്തിന് നല്ല തുടക്കത്തോടെ എന്ന് പൊതുവെ പറയപ്പെട്ട മന്ത്രിസഭയുടെ തുടക്കത്തിന് താങ്ക് യു. ഈ വിജയത്തിൻ്റെ ഒരു സന്ദേശം അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഭരണം തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ ഡോക്ടർ ടി.എം. തോമസ് ഐസക് മനസ്സിലാക്കുന്ന വിധം വിജയത്തിൻ്റെ സന്ദേശം എന്താണ്? ജനങ്ങൾ വേറിട്ടൊരു ഭരണം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ഭരണരീതി ജനങ്ങൾ തള്ളിക്കളയും. അങ്ങനെ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാവുമെന്ന് വലിയ പ്രതീക്ഷ നൽകുന്ന മണിക്കൂറുകളായിരുന്നു ആദ്യത്തേത്. ഒന്ന് അതിൻ്റെ ഉദ്ഘാടനം തന്നെ, അതിൻ്റെ ജനകീയത, ജനപങ്കാളിത്തം. എന്നാൽ ജനങ്ങൾ ഇത്രയും കൂടിയിട്ടും അലമ്പുണ്ടായില്ലേ? വളരെ കൃത്യമായിട്ടും ചിട്ടയായിട്ടും സാധാരണഗതിയിലുള്ള വലിയ തിരക്കുകൾ, തള്ളിമാറ്റലുകൾ ഇതൊന്നുമില്ലാതെ ചിട്ടയായിട്ട് നടന്നു. ജനകീയമായിരിക്കുക, അതോടൊപ്പം തന്നെ കാര്യക്ഷമമായിരിക്കുക. ഇതായിരിക്കും ഈ പുതിയ സർക്കാരിൻ്റെ മുഖമുദ്ര. ആ കാര്യക്ഷമതയുടെ ഒരു ഗ്യാരണ്ടി ഞാൻ ഉറപ്പ് പറയാൻ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യനിർവഹണ ശേഷി വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണോ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ മൂലധനമായിട്ട് താങ്കൾ കാണുന്നത്? നിശ്ചയമായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മൾ കൂടുതൽ ക്ഷേമകാര്യങ്ങളിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു സംവിധാനമാണെങ്കിൽ വെറും ജനപ്രിയ സ്വഭാവം മതി. എന്നാൽ അതിനപ്പുറം നമ്മൾ ദീർഘകാലത്തിലുള്ള വലിയ നിക്ഷേപങ്ങളിൽ ഊന്നിക്കൊണ്ട വളർച്ച, അതിനോടൊപ്പം ജനക്ഷേമം എന്ന നിലപാട് സ്വീകരിച്ചാൽ ഈ ആദ്യം പറഞ്ഞ ഈ ദീർഘകാല നിക്ഷേപങ്ങളുടെ പ്രൊജക്റ്റുകളും മറ്റും നടപ്പാക്കുന്നതിന് വലിയ കാര്യനിർവഹണ ശേഷി വേണ്ടതുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, അതിന് ബന്ധപ്പെട്ട മന്ത്രിമാർക്കെല്ലാവർക്കും. അപ്പോൾ അത് ഈ മന്ത്രിസഭയ്ക്കുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്, ചെറുതെങ്കിലും വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ചിലരൊക്കെ ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾ കാര്യപ്രാപ്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പരിസ്ഥിതി സൗഹൃദമല്ലാത്ത രീതികളിലേക്കൊക്കെ പോവും, വികസനത്തിന് ആക്കം കൂട്ടുന്നതിന് അതുമാത്രമാണ് മാർഗമെന്ന് ഒക്കെ പറയുന്ന പലരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ മറ്റൊരു സവിശേഷത എൻ്റെ ഗ്രീൻ പ്രോട്ടോക്കോളായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ ബാനറുകളല്ലായിരുന്നു വേദിയിലും മറ്റും. അവിടെ ഡിസ്പോസിബിളായിട്ടുള്ള പേപ്പർ കപ്പ് വരെ വിതരണം ചെയ്തില്ല. ഗ്ലാസ്സുകളിലാണ് വെള്ളം കൊടുത്തത്. അതിന് വോളണ്ടിയേഴ്സ് പലരും ആശങ്കയുണ്ടായിരുന്നത് എങ്ങനെയാവുന്നു. പക്ഷെ നന്നായിട്ട് നടന്നല്ലോ. അപ്പോൾ ഉദ്ഘാടനം ഇങ്ങനെയുള്ള ആദ്യത്തെ മണിക്കൂറുകൾ തന്നെ കേരളത്തിന് വളരെ കൃത്യമായ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ആദ്യത്തെ തീരുമാനം ജിഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ തീരുമാനം ക്ഷേമ പ്രവർത്തനങ്ങൾ അത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. 1 ക്ഷേമം, 2 സ്ത്രീ സൗഹൃദം, 3 പരിസ്ഥിതി സൗഹൃദം, അതോടൊപ്പം കാര്യക്ഷമതയോടുകൂടിയുള്ള വൻകിട നിക്ഷേപങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വളർച്ച. ധനകാര്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പുള്ള മണിക്കൂറുകളിൽ തന്നെ പ്രതിപക്ഷവുമായിട്ട് അഭൂതപൂർവമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോയി. ഖജനാവ് കാലി എന്ന് ഖജനാവിൻ്റെ മേൽനോട്ടം കയ്യിൽ എത്തുന്നതിന് മുമ്പ് തന്നെ താങ്കൾ പ്രഖ്യാപിച്ചു. മുൻ ധനകാര്യമന്ത്രിയല്ല, മുൻ മുഖ്യമന്ത്രി തന്നെ അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. നിങ്ങൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, ഖജനാവ് കാലി എന്ന് താങ്കൾ, ഖജനാവിൽ 1009 കോടി രൂപ ഇപ്പോഴുമുണ്ട് എന്ന് മുൻ മുഖ്യമന്ത്രി. എന്താണ് ഇതിൻ്റെ ഒരു മുൻ മുഖ്യമന്ത്രി പറയുന്ന ദിവസം 700 കോടി രൂപയാണ്. പക്ഷെ പ്രശ്നമില്ല, തലേ ദിവസം ചിലപ്പോൾ 1009 കോടി രൂപ ഉണ്ടായിരുന്നേക്കാം. ഒരു നിമിഷം എത്ര കോടി രൂപ ട്രഷറിയിലുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ട്രഷറിയുടെ ആരോഗ്യത്തെ അളക്കേണ്ടത്. ഇപ്പോൾ 700 കോടി ഉണ്ടായി. ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനം കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കണം. അത് കൊടുത്താൽ തന്നെ 1000 കോടി രൂപ വരും.
സർക്കാർ നേരിട്ട് നിൽക്കുന്ന പെൻഷനകത്ത് ക്ഷേമനിധി പെൻഷനും കൂടി കുടിശ്ശിക കൊടുക്കാൻ വെച്ചാൽ 1000 കോടി വേണം. 700 ഉള്ളൂ. ഖജനാവ് ചുവപ്പിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ 1700 വരുത്തിയിരിക്കുന്നത്? 2 രീതിയിലാണ്. ഒന്ന്, കൊടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാതെ പിടിച്ചു വെക്കുക. അത് 2 കൊല്ലത്തോളം ഉള്ള കുടിശ്ശിക ഉണ്ട് എന്നാണ്. അതെ, മൊത്തം ഇങ്ങനെ കൊടുക്കാനുള്ളത് വെച്ചാൽ ഈ പെൻഷൻ കുടിശ്ശിക മാത്രമല്ല, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും മറ്റും ബില്ല് പാസ്സായി കഴിഞ്ഞിട്ട് അത് ട്രഷറി പിടിച്ചു വെച്ചിരിക്കുന്നത്, ക്യൂ ആയിട്ട് വെച്ചിരിക്കുന്നത്, അതെടുത്താൽ തന്നെ ഏതാണ്ട് 4000 കോടി രൂപയുണ്ട്. ഇതിന് പുറമെയാണ് 2000 കോടി രൂപ കൈവായ്പ മേടിച്ചിരിക്കുന്നത്. ഇപ്പം തരാം എന്ന് പറഞ്ഞ് ക്ഷേമനിധിന്നോ KSF-ന്നോ ഒക്കെ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും രൂപ ഒപ്പിച്ചിട്ടാണ് ഇത് 1700 ബാക്കി വെക്കുന്നത്. ഈ ബാധ്യത തീർക്കാൻ തീരുമാനിച്ചാൽ ഇത് ഇല്ലാതായി. അതുകൊണ്ടാണ് ഖജനാവ് കാലി എന്ന് എന്ന് മാത്രമല്ല, 2800 കോടി വായ്പ എടുത്തു 2 മാസം കൊണ്ട്. അതേസമയം കഴിഞ്ഞ LDF ഇറങ്ങിയപ്പോഴോ ഒരു പൈസ വായ്പ എടുത്തിരുന്നില്ല ആ വർഷത്ത്. അതുകൊണ്ട് ഇത് ഞാനിപ്പോൾ പറയുന്നതല്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ ധനസ്ഥിതി സംബന്ധിച്ചിടക്കിയ ഗ്രാഫ് ഞാൻ കാണിക്കും. അത് കാണുമ്പോൾ എല്ലാവർക്കും ഇതും മനസ്സിലാവും. അതെന്താണ് ഗ്രാഫിക് കാണുന്നത്? അതെ, ഈ കാലമാണ് LDFൻ്റെ കാലം. അപ്പോൾ LDFൻ്റെ കാലത്ത് തുടങ്ങുമ്പോൾ ഏതാണ്ട് 2.8% ധനക്കമ്മി, റവന്യൂ കമ്മി. വെച്ചാൽ ദൈനംദിന ചെലവുകൾക്ക് കടം മേടിക്കേണ്ടി വരുന്നത് നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ 2.8. അത് പതുക്കെ കുറച്ച് കൊണ്ടുവന്നുള്ളൂ. കാരണം ക്ഷേമ ചെലവുകൾ ചുരുക്കാനൊന്നും തയ്യാറായില്ല. പക്ഷെ എങ്കിലും ഭരണം അവസാനിച്ചപ്പോൾ 1.4% ചുരുങ്ങി. അതാണ് ആ ഗ്രാഫിലെ ഏറ്റവും താഴ്ന്ന നില. UDF ഭരണം വന്നു, ഇത് ഗ്രാഫ് മുകളിലോട്ട് വന്നു. ആദ്യം പെട്ടെന്ന് തന്നെ കുതിച്ചു കയറുന്നു. അത് പിന്നെ ഞാൻ കുറ്റം പറയില്ല, ശമ്പള പരിഷ്കരണം. പക്ഷെ ശമ്പള പരിഷ്കരണം കഴിഞ്ഞിട്ടും കുറയുന്നില്ല, മുകളിലോട്ടൊക്കെ വരുന്നത്. അതെ, ഇതാണ് അവസാന വർഷം. ഒന്ന് താത്തി ഇതെങ്ങനെയാണ്? ഇതൊന്നും കൊടുക്കാതെ വളരെ ബോധവും താത്താൻ വേണ്ടി ചെലവ് മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് കുറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഈ വർഷം ചിലവാകും. അപ്പോൾ ഈ വർഷം എന്തുണ്ടാകാൻ പോണത്? ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൻ്റെ കാലത്തുണ്ടാക്കിയ ഗ്രാഫാണ്. ഇത് കുത്തര ചാടി വരികയാണ്. അത് പ്രൊജക്ഷനാണ്, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇനി ശമ്പള പരിഷ്കരണത്തിന് അരിയേഴ്സ് കൊടുക്കുന്ന 2017-18 അപ്പോൾ ഉച്ചസ്ഥായിലായി. നമ്മുടെ സമീപകാലത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന തോതിലേക്ക് കമ്മി ഉയർന്നു. 3-ാം വർഷമാകുമ്പോഴും കുറയുന്നുണ്ട്, പക്ഷെ വളരെ കുറച്ചേ കുറയുന്നുള്ളൂ. 4-ാം വർഷം മുതലേ കുറയൂ എന്നാണ് UDF സർക്കാർ തന്നെ പറയുന്നത്. ഇതാണോ താങ്കൾ പറഞ്ഞതും 3 വർഷമെങ്കിലും എടുക്കും? അതാണ് ഇത്. എന്തെങ്കിലും വാചകടിക്കുന്നതല്ല, യാഥാർത്ഥ്യങ്ങളായിട്ട് കണ്ടുപോകണം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ ധനസ്ഥിതിയുടെ ഭാവി എന്ത് എന്നതിനെക്കുറിച്ച് കണക്ക് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് കൂട്ടിയപ്പോൾ, ചില ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇപ്പോഴും ഞാനും ഇരിക്കുന്നത്. പക്ഷെ അന്ന് കണക്ക് കൂട്ടിയത് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കണക്കല്ല. കാണിക്കുന്നത് അടുത്ത വർഷം വീണ്ടും ധനക്കമ്മി 0 ആവുന്നതിന് പകരം 2.8, 2.4, അതിൻ്റെ പിന്നത്തെ വർഷം 2.8, അത്രയും ഉയർന്നതിന് ശേഷം പിന്നെ താഴത്തുള്ളൂ. എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി അവരുടെ കണക്കൂട്ടൽ പ്രകാരം ഇനി നിങ്ങൾ കൃത്യമായിട്ട് നികുതി പിരിച്ചാൽ പോലും 3 വർഷം എടുക്കും മുറിയടക്കാൻ. അത്ര കലമ്പാക്കി കളഞ്ഞു 5 വർഷം കൊണ്ട്. പക്ഷെ പുതിയ ധനകാര്യമന്ത്രി ഇങ്ങനെ പറയുമ്പോൾ അതൊരു വലിയ നൈരാശ്യത്തിന്റെ അന്തരീക്ഷമായിരിക്കും ഉണ്ടാക്കുക. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ടാണ് LDF വരും, എല്ലാം ശരിയാകും എന്ന ഒരു പ്രചാരണ വാക്യത്തിലൂടെ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് കെട്ടഴിച്ചുകൊണ്ടല്ലേ അധികാരത്തിൽ വന്ന് എന്ത് ചെയ്യും? 5 വർഷം കൊണ്ട് നേരെ ശരിയാക്കും. ഞാൻ പറഞ്ഞത് ഇത് 1 വർഷം കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നതല്ല. അതിനിടയ്ക്ക് എന്തെല്ലാം സംഭവിക്കാം, അല്ല എന്ത് ചെയ്യും? അപ്പോൾ ഒന്ന് ശരിയാണ്, വരുമാനം പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. അതിന് നികുതി നന്നായിട്ട് പിരിക്കണം. നികുതി ഇളവുകൾ കൊടുക്കുന്ന ഏർപ്പാടൊന്നും ഉണ്ടാവില്ല. ഉള്ള നികുതി പിരിക്കുക തന്നെ ചെയ്യും. തരേണ്ടവർ തരയും വേണം. ജനങ്ങളുടെ നികുതി ഭാരം വർദ്ധിക്കുമോ? അപ്പോൾ ഇല്ല. നിങ്ങളൊരു സോപ്പ് മേടിക്കുന്നു, അതുമ്പോൾ എഴുതിയിരിക്കുന്ന വില എങ്ങനെയാണ്? MR, മാക്സിമം റീറ്റെയിൽ പ്രൈസ്.
അതിൻ്റെ താഴത്തെ എഴുതിയിട്ടുണ്ട് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്, എല്ലാ നികുതിയും ഉൾപ്പെടെ 15 രൂപ. 15 രൂപ കൊടുത്ത് ഈ സോപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾ നികുതി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ മേൽ ആ നികുതി കച്ചവടക്കാരത് പിരിക്കുന്നുണ്ട്, ജനങ്ങളുടെ മേൽ എന്ത് ഭാരം? അപ്പൊ നികുതി പിരിവ് കൂട്ടും എന്ന് പറയുമ്പോൾ കിട്ടാതെ പോകുന്ന നികുതി പിരിക്കുമെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത്രേ അർത്ഥമുള്ളൂ. കിട്ടാതെ പോകുന്ന നികുതി പിരിക്കും. അതൊരു 40% നികുതി ചോർന്നു പോകുന്നു എന്നാണ് കണക്ക്. ഇത് പാവപ്പെട്ട കച്ചവടക്കാർക്ക്, ഇടത്തരം കച്ചവടക്കാർക്ക് ഒക്കെ എതിരായിട്ട് വിന്യസിക്കപ്പെടുമോ? ഇല്ലില്ല. ഇത് എല്ലാവരും നികുതി നൽകണമെന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും നട്ടമില്ലല്ലോ പരസ്പരം മത്സരിക്കാൻ. ഏതെങ്കിലും ഒരാൾ നികുതി നൽകാൻ വന്നാൽ അവന് നേട്ടം, അവന് വില കുറച്ച് കൊടുത്ത ആൾക്കാരിൽ നിന്ന് സാധനം മേടിക്കാം, അല്ലെങ്കിൽ മത്സരശേഷി അയാളുടെ കൂട്ടും. അപ്പം ചിലർ മിടുക്കന്മാരാകുമ്പോഴാണ് ഇത് മോശമാണത്. അതുകൊണ്ട് എല്ലാവരും നികുതി തന്നെ എന്നുള്ള ശടിച്ചു കഴിഞ്ഞാൽ പിന്നെ കച്ചവടക്കാർക്കാർക്കും അതിൻ്റെ പേരിൽ ദേഷ്യം വരേണ്ടതില്ല. ജനങ്ങളിൽ നിന്ന് പിരിച്ച നികുതിയല്ലേ. പക്ഷേ അതിന് മൂന്നാം മുറ ഉപയോഗിക്കില്ല. പിടിക്കും, അതിന് യാതൊരു സംശയം വേണ്ട. കാരണം ഇപ്പോൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ തന്നെ തിരയും ഇങ്ങനെയുള്ള പൊരുത്തക്കേടുകൾ. വ്യാപാരികളുടെ മുഴുവൻ വിവരങ്ങളും അവർ ഓരോ വർഷവും റിട്ടേൺ തരുമ്പോൾ തരുന്നുണ്ട്. അതിൽ കബളിപ്പിക്കൽ എഴുതുന്നു എന്നുള്ളതാണല്ലോ. പക്ഷേ വ്യാപാരികൾ തമ്മിൽ കൊടുക്കൽ വാക്കലുകൾ ഉള്ളതുകൊണ്ട് ഈ വ്യാപാരി എഴുതുന്ന കള്ളത്തിനനുസരിച്ച് മറ്റേ വ്യാപാരിയും ചെയ്തില്ലെങ്കിൽ പൊരുത്തക്കേട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കമ്പ്യൂട്ടർ തന്നെ കണ്ടുപിടിക്കും. ഈ ഉദ്യോഗസ്ഥർ നോക്കണ്ട. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിശോധന നടത്തും. അങ്ങനെ ഒരു സംവിധാനം നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. അതോടുകൂടി കേരളത്തിലെ നികുതി ഭരണത്തിൻ്റെ സ്വഭാവം തന്നെ മാറും. ഇതാണ് ഒന്ന്. മൂന്നാം മുറയൊന്നും ഉപയോഗിക്കാതെ തന്നെ കൃത്യമായി തെളിവ് വെച്ച് കാര്യങ്ങൾ നികുതി വെട്ടിപ്പ് തടയാൻ പറ്റും. ഇപ്പം ഇൻകം ടാക്സിൽ അങ്ങനെയാണ്. ഇൻകം ടാക്സിൽ നിങ്ങൾ ഒരു വലിയൊരു പർച്ചേസ് നടത്തിയാൽ, ഒരു വായ്പ എടുത്താൽ, നിങ്ങൾ പുതിയ കണക്ഷൻ എന്തെങ്കിലും വീട് വാങ്ങിച്ചാൽ, പ്രോപ്പർട്ടി വാങ്ങിച്ചാൽ, അപ്പോൾ ആ ഇൻഫർമേഷനെല്ലാം ചേർത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഇതിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ, ഇങ്ങനെ ഒരാൾ ചെയ്തിരിക്കുന്നു, അതിൽ പൊരുത്തക്കേടുണ്ടോ എന്ന് നോക്കൂലേ. ഇതുപോലെ തന്നെ സംസ്ഥാന നികുതിയിലും നമ്മളൊരു സമ്പ്രദായം കൊണ്ടുവരും. ഇതാണ് ചെയ്യാൻ പോണൊരു കാര്യം. രണ്ടാമത്തത്, ഇത് GST വരും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ടില്ല. GST വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിന് നികുതി വരുമാനം ഗണ്യമായിട്ട് ഉയരും. അതിനാണ് സാധ്യത. അത് ഇനിയും വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. GSTയുടെ പൂർണ്ണരൂപമായിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും. അതിനുള്ള പരിശ്രമമായിരിക്കും ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞ തന്നെ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാവണമെങ്കിൽ ഒരു വർഷം എടുക്കും. അതുകൊണ്ട് ഈ വർഷമൊന്നും നിങ്ങൾ മാജിക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ രണ്ടാം വർഷം മുതൽ ഈ പ്രൊജക്ഷനേക്കാൾ താഴ്ന്ന കമ്മിയിലേക്ക് നമുക്ക് മൂന്നാം വർഷം മുതലെങ്കിലും മാറാൻ പറ്റും. രണ്ടാം വർഷം രക്ഷയില്ല. 3 വർഷമാണ് അതിന്. മൂന്നാം വർഷത്തിൽ നമുക്ക് നീങ്ങാൻ പറ്റും. പക്ഷെ അതിൻ്റെ അർത്ഥം ഒന്നും ചെയ്യാതിരിക്കുന്നല്ല കേട്ടോ. ഈ 2 വർഷം എന്ത് ചെയ്യും? ആ സമയത്ത് ഇങ്ങനെ സ്വപ്നങ്ങൾ തന്നെ വീണ്ടും ഭക്ഷിച്ചും മുദ്രാവാക്യങ്ങൾ തന്നെ പ്രയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഒരു ജനതയ്ക്ക്. ആദ്യത്തെ തീരുമാനം എന്താ? 1000 രൂപ പെൻഷൻ കൊടുക്കാനാണ്. അതെ. ഇതുപോലെ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ പണമില്ലാതെ വന്നാൽ ചില കാര്യങ്ങൾ ചവിട്ടിപ്പിടിക്കും. ഒരു കാരണവശാലും പാവങ്ങൾ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചവിട്ടിപ്പിടിക്കില്ല. ഒപ്പം വൻ നിക്ഷേപങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വൻ നിക്ഷേപങ്ങൾ അടക്കമുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അത് LDFന്റെ വാഗ്ദാനവും കൂടിയാണ്. അതെങ്ങനെ ചെയ്യും? കൂടെ ഈ അടുത്ത അതിന് 2 വർഷം അവധിയുണ്ടോ? ഇല്ല, അത് ഈ വർഷം ആരംഭിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു നിക്ഷേപ വർധന. തുക പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരും ഞെട്ടിപ്പോവും. ഒരു 30,000-40,000 കോടി രൂപ കേരളത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് നിക്ഷേപം നടത്തും. സർക്കാർ മുൻകൈയെടുത്ത് സ്വകാര്യ പങ്കാളിത്തത്തോടെയാണോ? സ്വകാര്യ പങ്കാളിത്തമല്ല, ബിസിനസ് മോഡൽ. ഉദാഹരണത്തിന് റോഡ് പണിയണം. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, റോഡ് പണിയുന്നത് 40,000 കോടി രൂപ വേണം കേരളത്തിലെ എല്ലാ മേജർ ഡിസ്ട്രിക്ട് റോഡ്സും സ്റ്റേറ്റ് ഹൈവേസും ആധുനികവൽക്കരിക്കാൻ. ഇതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? 40,000 കോടി രൂപ ഇത് ചെയ്യുന്ന ഞാൻ പറയുന്നത്. ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മുഴുവൻ റോഡുകളും നവീകരിച്ചിരിക്കും. എങ്ങനെ? അതിനുവേണ്ടി നയത്തിൽ എന്തെങ്കിലും വെള്ളം ചേർക്കും? സ്വകാര്യ പങ്കാളിത്തം അമിതമായിട്ട്, ടോൾ പിരിവ് പോലുള്ള അമിതമായിട്ട്, ആ തരത്തിലുള്ള രീതിയിലേക്ക് പോകും. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഉദ്ദേശിക്കാൻ പോകുന്നത് ഒരു SPV കമ്പനി ഉണ്ടാക്കും.
ആ കമ്പനിക്ക് കേരള സർക്കാരിൻ്റെ അല്ലെങ്കിൽ നിലവിലുള്ള റോഡ് ഫണ്ട് ബോർഡ് ഏതെങ്കിലും ഒന്നിനെ ആണ് ചിട്ടപ്പെടുക. കേരള സർക്കാരിൻ്റെ മോട്ടോർ നികുതിയുടെ ഒരു 25-30% എല്ലാ വർഷവും ഇതിന് കൊടുക്കും, നിയമം പാസ്സാക്കും. അതുകൊണ്ട് ഇതിനെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കമ്പനിക്ക് എല്ലാ വർഷവും ഭാവിയിലേക്ക് 10, 25, 30 വർഷക്കാലം ഓരോ വർഷവും കിട്ടാൻ പോണ പണം വളരെ കൃത്യമായിട്ട് ആർക്ക് നോക്കിയാലും കാണാം. ഈ വർഷം 500 കിട്ടും, അടുത്ത വർഷം 600 കിട്ടും, 3-ാം വർഷം 700 കിട്ടും, കണക്കൂട്ടിയെടുക്കാൻ പറ്റും. ഈ സ്ഥാപനത്തിന് ഇന്ത്യയിലെ ഏത് ബാങ്കിൻ്റെ അടുത്തും പോയിട്ട് നോക്കൂ, ഞങ്ങൾക്ക് ഭാവിയിൽ കിട്ടാൻ പോണ വരുമാനം ഇതാണ്, അതിൽ നിന്ന് ഞങ്ങൾ തിരിച്ചടച്ചോളാം, ഇപ്പം ഞങ്ങൾക്കൊരു 10,000 കോടിയാണ് റോഡ് പണിയട്ടെ എന്ന് പറഞ്ഞാൽ പണം കിട്ടും. ഭാവിയിൽ നമ്മളിത് ഭാവിയിലുണ്ടാവുന്ന വരുമാനത്തെ ഇന്ന് നമ്മൾ സെക്യൂരിറ്റൈസ് ചെയ്ത് പണിയും. EMS പാർപ്പിട പദ്ധതി ചെയ്യാൻ പോലെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് പോലെ എങ്ങനെ കേരളത്തിൽ 5 ലക്ഷം വീട് പണിയണം. 5 ലക്ഷം വീട് പണിയാനുള്ള പണം കേരളത്തിലില്ല. 10,000 കോടി വേണം ഏറ്റവും ചുരുങ്ങിയത്. ഈ വീടും കൂടെ സ്ഥലവും കൂടി പലർക്കും മേടിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ 12,000-13,000 കോടി വേണം. അതെങ്ങനെ വീട് പണിയാൻ ഇത്രയും പണം ഉണ്ടാക്കാൻ പറ്റുക? തനസ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മാർഗം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോട് പറയും, നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര പേർക്ക് വീട് വേണമെന്നുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക, എത്ര തുക വേണമെന്ന് മനസ്സിലാക്കുക, അടുത്ത സഹകരണ ബാങ്കിൽ പോയി മേടിച്ചോ, സർക്കാർ കൊടുത്തോളാം. നിങ്ങൾക്ക് തരുന്ന പണത്തിൽ നിന്ന് സർക്കാർ മുതൽ പിടിച്ചു കൊടുക്കും, പലിശ സർക്കാർ കൊടുക്കും, വീട് പണിയും. ഇതുപോലുള്ള ലളിതമായ ബിസിനസ് മോഡൽസ് ഉണ്ട്. ഉദാഹരണത്തിന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ബോണ്ട്, പ്രത്യേക ബോണ്ട് ഇറക്കാം. അതിനൊരു സ്ഥാപനത്തെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 20,000 കോടി രൂപയെങ്കിലും എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് മെട്രോ, വിഴിഞ്ഞം ഹാർബർ, ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെയും കോഴിക്കോട് എയർപോർട്ടിൻ്റെയൊക്കെ അടുത്ത ഘട്ടങ്ങൾ, റാപ്പിഡ് ട്രാൻസിറ്റ് റെയിൽവേ, ഇതിനൊക്കെ ഹ്യൂജ് എമൗണ്ട് വേണ്ടേ? അത് ഈ ബോണ്ട് വഴി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും കേരളത്തിൻ്റെ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ സംഭാവന. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വണ്ണം നിക്ഷേപത്തിലൊരു വൻ കുതിപ്പ്. കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്നു. എനിക്കതിനെക്കുറിച്ച് പൂർണ്ണ ആത്മവിശ്വാസമാണ്. പക്ഷേ ഈ മുഖച്ഛായ മാറ്റുന്നത് പാവങ്ങളുടെ മുഖത്തടിച്ചുകൊണ്ടല്ല, അവർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കും. അവർക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം. സമ്പൂർണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പം കയറ് തൊഴിലാളി, ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ സംസാരിക്കണേ. ആലപ്പുഴയിൽ ഏതാണ്ട് 1 ലക്ഷം പേര് കയറിൽ പണിയെടുക്കുന്നവരുണ്ട്, ആലപ്പുഴ ജില്ലയിൽ മാത്രം. ഇപ്പോൾ ഒരു 30,000 പേർക്ക് പണി ഉണ്ടാവത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് പണിയൊന്നുമില്ല. ഇവർക്ക് ഇങ്ങനെ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ പിന്നെ ഇവരൊക്കെ അങ്ങ് തള്ളിക്കളയാൻ പോവുകയാണ്. അല്ല, പറയാൻ പോണത് കയറ് പിരിക്കണ തൊഴിലാളി എത്ര വേണമെങ്കിൽ കയറ് പിരിച്ചോ, തടുക്ക് നെയ്യുന്ന തൊഴിലാളി എത്ര വേണമെങ്കിൽ തടുക്ക് നെയ്തോ സർക്കാർ സംഭരിക്കും. സർക്കാർ സംഭരിച്ചിട്ട് എന്ത് ചെയ്യും? സംഭരിക്കുമ്പോൾ മിനിമം കൂലി കൊടുത്താൽ സംഭരിക്കണത്. ആ വിലക്കാരും വാങ്ങൂല, വില കുറച്ച് വിൽക്കേണ്ടി വരും, റിബേറ്റ് കൊടുക്കേണ്ടി വരും. അതിൻ്റെ നഷ്ടം സർക്കാർ സഹിക്കും. അപ്പോൾ ചോദിച്ചേക്കാം, ഇത് എത്ര താങ്ങും ഇങ്ങനെയെന്നുള്ളത്. തൊഴിലുറപ്പ് എത്ര രൂപ സർക്കാരിന് കിട്ടിയിട്ടാണ് തൊഴിലുറപ്പ് കൂലി കൊടുക്കുന്നത്? ഇവിടെ ഒരു കയർ തൊഴിലാളി അവനറിയാവുന്ന പണി അഭിമാനപൂർവ്വം എത്രയോ തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന 150 രൂപ, 160 രൂപ. ഇത് ന്യായമാണ്. അപ്പോൾ തൊഴിലുറപ്പിൽ സർക്കാരിന് ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടി പിന്നെ അറിയാവുന്നൊരു പണി ചെയ്യുമ്പോൾ ആ കൂലിയെങ്കിലും ഗ്യാരണ്ടി കൊടുക്കേണ്ടത്. തൊഴിലുറപ്പായിട്ട് ഇത് സമീകരിക്കും. തൊഴിലുറപ്പിനൊക്കെ കൂടുതൽ വേണം. സർക്കാർ അംഗീകരിച്ച മിനിമം കൂലി ഉറപ്പ് വരുന്നത്. ഞാൻ ഇതിനുള്ള ബാധ്യത ഏറ്റെടുക്കുകയാണ്. നഷ്ടം വരും, 10, 200, 300 കോടി രൂപ വരും. അതാണ് ഞാൻ പറഞ്ഞ പെട്ടെന്നൊന്നും കമ്മി മാറാൻ മതി, സമ്മർദ്ദം നിൽക്കും. പക്ഷേ കേരളത്തിൻ്റെ ഗിയർ മാറും. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റേ നിക്ഷേപങ്ങൾ വരും. അപ്പോൾ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മുണ്ട് മുറുക്കി ഉടുത്തിട്ടല്ല ഈ വളർച്ച ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മുടെ പുതിയ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വർഷം ഇപ്പോൾ 600-700 കോടി രൂപയുടെ റോഡ് പണിയാണ് ചെയ്യണത്. അവിടെ നിന്ന് 10,000 കോടി രൂപയുടെ റോഡ് പണി ചെയ്യണമെന്നുള്ളതിലൊക്കെ വരുന്നത്. ഇതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ മെഷീനറി ആകെ മാറും, ഇംപ്ലിമെൻറ്റേഷൻ മെഷീനറി. ഇന്നത്തെ പോലെ പറ്റത്തില്ല.
തീരുമാനങ്ങൾ വേഗത്തിൽ വരണം. അല്ലാതെ ഈ വലിയ പ്രൊജക്റ്റ് KSTV പ്രോജക്റ്റാണ്, നമ്മുടെ ജലസേന പ്രോജക്റ്റുകൾ 25-30 വർഷമൊക്കെയല്ലേ ഓരോ ജലസേന പ്രോജക്റ്റ് എടുക്കുന്നത്. അങ്ങനെ ഇത് വലിച്ചു കിട്ടാൻ പറ്റുമോ? പലിശ കൊടുക്കുന്നതിന് അതിന് പറ്റുന്ന ഭരണ സംവിധാനം ഉണ്ടാക്കണം. ബജറ്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്നതിന് പരമ്പരാഗതമായിട്ടുള്ള ഒരു സങ്കല്പം, ഭരണഘടനാദത്തമായ രീതികൾ അനുസരിച്ച് തന്നെയുള്ള ഒരു സങ്കല്പം നമുക്കുണ്ട്. തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഇപ്പോൾ വീണ്ടും ധനകാര്യ മന്ത്രിയാകുമ്പോൾ ഒരു പ്രീസിഡൻസ്, ഒരു പ്രശ്നം നമ്മുടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വിടവ്, ബജറ്റ് വിറ്റു ഒരു ധനകാര്യമന്ത്രി, ബജറ്റിലെ ഓരോ നിർദ്ദേശങ്ങളും കണക്ക് പറഞ്ഞു വിറ്റു എന്ന ആരോപണം ഉണ്ടായി. അതിന് പുറകെയാണ് താങ്കൾ വരുന്നത്. എന്തായാലും ഇങ്ങനൊരു ആരോപണം ഉണ്ടായിരിക്കുന്നു. ബഡ്ജറ്റ് കൂടുതൽ സുതാര്യമാക്കുക, ബഡ്ജറ്റിൻ്റെ ഉണ്ടാവുന്ന രീതി കൂടുതൽ സുതാര്യമാക്കുക, ഇങ്ങനെയുള്ള ഒരാക്ഷേപത്തിനും ഇടയില്ലാത്ത വിധം ആക്കുക, അങ്ങനെ എന്തെങ്കിലും ബജറ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ കൂട്ടിച്ചേർക്കണം. ഈ ചരിത്രഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നു? ഈ ബഡ്ജറ്റ് വിൽപ്പന നടക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന്, ഈ ബഡ്ജറ്റ് കൊണ്ട് ഗുണമുണ്ടാവുന്ന ആളുകളോട് നേരത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവരിൽ നിന്ന് പൈസ വാങ്ങിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്റ് സീക്രട്ടായിട്ട് വെക്കുന്നത്. ഇപ്പം നികുതി നിർദ്ദേശങ്ങൾ, ഇതിന് നികുതി കൂട്ടാൻ പോകണമെന്ന് പറഞ്ഞാൽ ആ സാധനം കച്ചവടക്കാരൻ മേടിച്ച് വെച്ചാൽ വലിയ നേട്ടം കിട്ടും. അതാണ് സീക്രട്ടായിട്ട്. 2, നികുതി നിർദ്ദേശം വല്ലതും പ്രഖ്യാപിച്ച ശേഷം അത് കുറയ്ക്കാൻ വേണ്ടി പണം മേടിക്കുക, നികുതി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തതാണ് പലപ്പോഴും കൂടുതൽ നടന്നിട്ടുള്ളത്. ആദ്യം നടന്നതാണ്. ആദ്യം സംബന്ധിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ അങ്ങനെ വലിയ നികുതി നിർദ്ദേശങ്ങളുടെ കാര്യങ്ങളില്ല. ചില പാറ്റ് വന്നപ്പോൾ പരമരഹസ്യമായി വെക്കേണ്ട നികുതി നിർദ്ദേശങ്ങളൊന്നും. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്ത്, തുറന്ന് ചർച്ച വേണമെങ്കിൽ തുറന്ന് ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവധാനതയോടെ തീരുമാനമെടുക്കണം. പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനും കുറിക്കാനും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രഥമ പരിഗണന നമുക്ക് ട്രാൻസ്പെറൻസി കൂടുതൽ കൊണ്ടുവരേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ ബഡ്ജറ്റിൽ അങ്ങനെ വലിയ വിപുലമായ ചർച്ചക്കൊന്നും പ്രസക്തിയില്ല. ഒന്ന്, നിലവിലുള്ള ബഡ്ജറ്റിൻ്റെ ഭേദഗതികളാണ്. അപ്പോൾ സമൂലമായിട്ടൊന്നും ഉടച്ചു വാർക്കൽ സാധ്യമല്ല. ഈ 1 മാസം ഉള്ളൂ, അതിനുള്ളൊരു സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. എങ്കിലും ആദ്യ കൂടിയാലോചനകൾ നടന്നിരിക്കുന്നു. എന്തൊക്കെയായിരിക്കും മുഖ്യ മുൻഗണനകൾ എന്ന് തീരുമാനിച്ച ഘട്ടമായോ? മുഖ്യ ഘടകം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചർച്ച ചെയ്യണ്ട. LDF മത്സരിച്ചപ്പോൾ പ്രകടന പത്രിക വെച്ചിട്ടുണ്ട്. ആ പ്രകടന പത്രികയിലെ എല്ലാ കാര്യങ്ങളും ഒറ്റ വർഷം ഈ ഓൾട്ടറേഷൻ ബഡ്ജറ്റ് നടപ്പാക്കാൻ പറ്റില്ല. പക്ഷെ അതിലേക്ക് നീങ്ങാനുള്ള നയപരമായ തീരുമാനങ്ങൾ, തുടക്കങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ടാവും. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി വലിയൊരു തുക വരത്തില്ല, കാരണം ഓൾട്ടറേഷനാണ്. പക്ഷേ ഈ സർക്കാരിൻ്റെ വികസന ദിശ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്ന മാറ്റങ്ങളായിരിക്കും ഉൾക്കൊള്ളുക. അത് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ജനകീയമായ ചർച്ച അക്കാര്യത്തിൽ സംഘടിപ്പിക്കേണ്ടി വരത്തില്ല. ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു, അതിക്ക് മുമ്പ് പഠന കോൺഗ്രസ് അടക്കമുള്ള വേദികളിൽ ചർച്ച ചെയ്യപ്പെട്ടു. അതെല്ലാം ആയില്ലെങ്കിലും അതെല്ലാം അങ്ങോട്ട് നീങ്ങുന്നതിന് വേണ്ടിയുള്ള തീർപ്പുകൾ എങ്ങനെ കൊണ്ടുവരാം, അതിന് എത്ര കോടി വേണ്ടി വരും, അത് വലിയൊരു തുക വരികയാണെങ്കിൽ ഇന്ന് നിലവിലുള്ളതിൽ ഏതൊക്കെ നമ്മൾ ഒന്ന് ചവിട്ടിപ്പിടിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുക. നികുതി നിരക്കുകളിലൊന്നും വലിയ ടിങ്കറിങ്ങിൻ്റെ ഒന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. ഒരു GST വരാൻ പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ വാറ്റ് നികുതി നിരക്കിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും നികുതി നിരക്കിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടെങ്കിൽ അതൊന്നും രഹസ്യമായിട്ടായിരിക്കില്ല, പരസ്യമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. പല സമ്മർദ്ദങ്ങളുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ കളയുന്ന ഒരു ഏർപ്പാടിനും ഉണ്ടാവില്ല. ബജറ്റ് ഉണ്ടാവുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ബജറ്റ് നടപ്പാക്കുന്നത്, അത് നിരീക്ഷിക്കാനും നമുക്ക് ഭരണഘടനാദത്തവും പരമ്പരാഗതവുമായ ഒരു സംവിധാനമുണ്ട്. അത് പോരാ എന്ന് ചില കാവൽ സംഘടനകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴെങ്കിലും ഒരു ഓഡിറ്റിംഗ് വേണം. അത് ജനകീയ ഓഡിറ്റിംഗ് തന്നെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ബജറ്റിൻ്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കപ്പെടുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് കൂടി
അറിയാവുന്ന വിധം ഉള്ള സംവിധാനങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യമാണോ? അങ്ങനെ എന്തെങ്കിലും പരിഗണനയിലുണ്ടോ? ആലോചിക്കുന്നുണ്ടോ? വർഷം തോറുമുള്ള ജനകീയ ഓഡിറ്റ് ഉണ്ടാവും. എങ്ങനെ? അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രമാത്രം നടപ്പാക്കി എന്നുള്ളതിൻ്റെ പ്രോഗ്രസ് കാർഡ് എല്ലാ വർഷവും സർക്കാർ കൊടുക്കും. അത് ജനങ്ങളെ അറിയിക്കും. ഇന്ന കാര്യം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും മാനിഫെസ്റ്റോ എടുത്ത് വെച്ച് ഇന്നത് ചെയ്തില്ല എന്ന് പറയാം. പറയട്ടെ. ആ വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോഴേ നമുക്ക് കൂടുതൽ സംവാദം ഉണ്ടാക്കും. അത് തീരുമാനിക്കപ്പെട്ടു. അതിന് ആൻസറബിൾ ആയിരിക്കും സർക്കാർ ആൻസറബിൾ ആയിരിക്കും നിശ്ചയമായിട്ടും. അത് മാനിഫെസ്റ്റോ പറഞ്ഞിട്ടുള്ള കാര്യം, പുതിയ കാര്യം. 2, ഇനി അങ്ങനെ വർഷാവസാനം നല്ല റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ഒരു 3 മാസം കൂടുമ്പോൾ ഇത് പരിശോധിക്കണം എത്രയായിരുന്നുണ്ട്. ആ പരിശോധന ഒരു സംശയമില്ല മുഖ്യമന്ത്രി നേതൃത്വത്തിൽ നടക്കും. പ്ലാൻ മോണിറ്ററിങ് ഔപചാരികമായിട്ടുള്ള കാര്യമായിരിക്കില്ല. എന്ത് നടന്നില്ല എന്നുള്ളൊരു കൃത്യമായ പരിശോധന നടത്താനുള്ള വിവരം ഇപ്പോൾ അപ്പം ലഭ്യമാകുന്നുണ്ട് കമ്പ്യൂട്ടർ വഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞ പ്രൊജക്റ്റുകൾ നീങ്ങുന്നില്ലെങ്കിൽ, സ്കീമുകൾ നടപ്പാവുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന് പരിശോധിക്കും. ആ ഒരു പരിശോധന കൃത്യമായിട്ട് ഉണ്ടാവും. ഇന്നിപ്പോഴത്തെ സ്ഥിതിവിശേഷം, ബഡ്ജറ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഓരോ ഫയലും ഫിനാൻസിൽ വന്ന് കണ്ടതിന് ശേഷം പിന്നെ നടപ്പാക്കാൻ പോകും. ഇതിനൊക്കെ കാലതാമസം ഒത്തിരി എടുക്കും. അല്ലെങ്കിൽ ഇതിനെ ബഡ്ജറ്റിൽ കാണുമ്പോഴാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുക. അപ്പോൾ പാതി വർഷമാകുമ്പോഴേ പ്രൊജക്റ്റൊക്കെ ഉണ്ടായി ഫിനാൻസിൽ വരത്തുള്ളൂ. ഇങ്ങനെയുള്ള കാലതാമസങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ പ്രൊജക്റ്റുകളൊക്കെ 2 or 3 ഇനങ്ങളായിട്ട് തിരിക്കും. അല്ലെങ്കിൽ ഗ്രീൻ പ്രൊജക്റ്റുകൾ, അത് വിശദമായ രൂപരേഖ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഫിനാൻസുമായി കൺസൾട്ടേഷൻ നേരത്തെ നടത്തിയിട്ടുള്ളതാണ്. അവയുടെ ഫയലിനി അയക്കണ്ട. അത് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി തന്നെ ഒരു ഫിനാൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് യോഗം വിളിച്ച് തീരുമാനമെടുത്ത് നടപ്പാക്കി തുടങ്ങുക. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കാത്തിരിക്കേണ്ട, തുടങ്ങാം. എന്നാൽ ചില പുതിയ സ്കീമുകളും കാര്യങ്ങളും ആകുമ്പോൾ അതിൻ്റെ ആവർത്തന ചെലവുകൾ എത്രയൊക്കെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വരേണ്ടി വരും. ഏതായാലും ഫിനാൻസിൽ ഇങ്ങനെയുള്ള കെട്ടുപാടുകൾ പരമാവധി ചുരുക്കും. പക്ഷെ അതുപോലെ തന്നെ കർശനമായ പരിശോധന ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളൊരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇപ്പം അങ്ങനെ പറയാം, എത്ര കോടിയായാലും ഇപ്പോൾ ഒരു 10 കോടി വെക്ക്, സ്ഥലം മേടിച്ചു തുടങ്ങാം. അത് പറ്റില്ല. മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിച്ചാൽ അടുത്ത 5 വർഷം ആ മെഡിക്കൽ കോളേജിന് എന്ത് ചെലവ് ബഡ്ജറ്റ് വേണം എന്നുള്ള കണക്കുണ്ടാകും. അത് അപ്പം തന്നെ പ്രഖ്യാപനത്തിൽ തന്നെ പ്രൊജക്റ്റ് ഉൾക്കൊള്ളിച്ച് തന്നാൽ മാത്രമേ പരിശോധിക്കൂ. എന്നിട്ട് എന്ത് ചെയ്യും? ഇപ്പം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത വർഷത്തെ ബഡ്ജറ്റ് വരുമ്പോൾ ഇതിന് വെച്ച തുക അവിടെ വരും. പക്ഷേ ഹെൽത്തിനാകെപ്പാടെ 500 കോടി രൂപയാണെന്നിരിക്കട്ടെ. 500 കോടി തികഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറയേണ്ടി വരും. ഇത് ഇപ്പം തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും. അടുത്ത വർഷം 500 കോടിക്കൊക്കെ കൂടുതലുള്ള പ്രൊജക്റ്റുകൾ ഈ വർഷം ആരംഭിക്കുന്നുണ്ടോന്ന്. ആരംഭിക്കാൻ പറ്റത്തില്ല. സാമ്പത്തികമായ അച്ചടക്കം പാലിച്ചു. ഈ അച്ചടക്കത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം അങ്ങനെയല്ല. ഓരോരുത്തരും എന്തെങ്കിലും ഒട്ടകം തലകയറ്റുന്ന പോലെ ഓരോ പരിപാടി ആരംഭിക്കും. അത് പിന്നെ ഭാവിയിലുള്ള ബാധ്യതയെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. അതിന് പണം കിട്ടാൻ വരുമ്പോൾ തുടങ്ങിയ സാധനം തീർക്കാൻ 10-20 വർഷം എടുക്കും. ആ 20 വർഷക്കാലം മുടക്കിയ പണം മുഴുവൻ വേസ്റ്റായിട്ട് അവിടെ കിടക്കും. ഇങ്ങനെയുള്ള ഒരു സുവിശേഷം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോൾ ഈ ഭാവനക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അത് കഴിയില്ല. കഴിഞ്ഞ താങ്കളുടെ ടേമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂർത്ത സാഹചര്യങ്ങൾ കുറേ മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ. കേന്ദ്രത്തിൽ ആരധികാരത്തിലിരുന്നാലും ഇടതുപക്ഷം വരുന്ന സമയത്ത് കേന്ദ്രവുമായുള്ള ബന്ധം എങ്ങനെയെന്ന് ചർച്ചയാവുന്നുണ്ട്. അതിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവേണ്ട ഒരു സ്ഥിതിയുണ്ട്. നവ ലിബറൽ നയങ്ങളുടെ വക്താക്കൾ തന്നെയാണ് കേന്ദ്രത്തിൽ ഇപ്പോഴും ഇരിക്കുന്നത് എങ്കിൽ പോലും അത് BJP എന്ന് പറയുന്ന ഒരു മുഖമായി മാറിയിട്ടുണ്ട്. അവരാവട്ടെ താങ്കളുടെ രാഷ്ട്രീയ കക്ഷിയുമായിട്ട് CPM-ഉമായിട്ട് നിരന്തര സംഘർഷത്തിലുമാണ്. കേന്ദ്രവുമായിട്ട് എങ്ങനെയായിരിക്കും ഈ സർക്കാർ പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ, സാമ്പത്തിക മേഖലയിലുള്ള ബന്ധം? രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കം തീരില്ല. CPM-ഉം BJP-യുള്ള തർക്കം തീരത്തില്ല. അത് കൂടുതൽ രൂക്ഷമാവത്തേ ഉള്ളൂ രാഷ്ട്രീയമായിട്ട്.
ആ BJPയെ എങ്ങനെയെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്നായിരിക്കും CPM നോക്കുക. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ പണി കേന്ദ്രത്തിൽ ഭരണമാറ്റം വരുത്തലല്ല, കേരളം ഭരിക്കലാണ്. അങ്ങനെ കേന്ദ്രവും കേരളവും തമ്മിൽ ഉണ്ട ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് ഭരണഘടന ഒരു വിഭാവന ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ സഹകരണം തന്നെ കേന്ദ്രമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. കേന്ദ്രമായിട്ട് ഓരോ കാര്യത്തിലും ഏറ്റുമുട്ടുക എന്നുള്ളതൊന്നുമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ ഫ്രെയിംവർക്കിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് കേന്ദ്ര സർക്കാരുമായിട്ട് നല്ല ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും. അതിൻ്റെ അർത്ഥം ചെയ്യുന്നതൊക്കെ അംഗീകരിക്കുന്നല്ല. സംസ്ഥാനം എന്ന നിലയിൽ പോലും GSTയുടെ നടത്തിപ്പ് ഉദാഹരണത്തിന് സംസ്ഥാനത്തിന് താല്പര്യമുണ്ട്, അതിനുവേണ്ടി ശക്തമായിട്ട് വാദിക്കും. സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ പണം കിട്ടണമെന്ന് പറയുന്നതിന് ശക്തമായിട്ട് വാദിക്കുകയും അതുവേണ്ടി എങ്ങനെയൊക്കെ സമ്മർദ്ദം ചെലുത്താൻ പറ്റുമോ ചെലുത്തും. കാരണം ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷനില്ല. ജെയ്റ്റ്ലി തീരുമാനിക്കുന്ന ഒരു സംസ്ഥാനത്തിന് എത്ര കിട്ടുമെന്നുള്ളത് ഈ ഒരു സംസ്ഥാനത്തിന് എത്ര കിട്ടുമെന്നുള്ള സ്വാധീനത്തെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കെന്താ സ്വാധീനം സ്വല്പം കുറയുന്നത് സമ്മർദ്ദം കൊണ്ട് നേടാൻ പറ്റണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ശക്തമായിട്ട് വാദിക്കും. അതിനൊന്നും യാതൊരു സംശയവും വേണ്ട. കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന അന്തർദേശീയ കരാറുകൾ, വ്യാപാര കരാറുകൾ, അതിനെ ശക്തമായിട്ട് സംസ്ഥാനം എന്നതിനെ എതിർക്കും. നമ്മുടെ വാണിജ്യ വിളകൾക്ക് അതിൻ്റെ ഈ കരാറുകൾ നട്ടവയ്ക്കാണ്. അതിനുള്ള നഷ്ടപരിഹാരം കേരളത്തിൽ വേണമെന്ന് പറയും. അതൊന്നും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏറ്റുമുട്ടലല്ല, സംസ്ഥാനത്തിൻ്റെ അവകാശത്തിന് വേണ്ടി നിൽപ്പാണ്. ഈ ബന്ധത്തെ വിശദീകരിക്കുന്നതിന് വേണ്ടി താങ്കൾ പറഞ്ഞ വാക്കുകളിൽ സ്വാധീനം, സമ്മർദ്ദം, അങ്ങനെ രണ്ട് വാക്കുണ്ട്. അതിൻ്റെ ഒരു അടുത്ത വാക്ക് സമരം എന്നാണ്. എന്തായിരിക്കും കേന്ദ്രവുമായിട്ടുള്ള ബന്ധത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വാക്ക് പറയുകയാണെങ്കിൽ? ഇല്ല, സമരത്തിലേക്കൊന്നും പോകാതെ തന്നെ അങ്ങനെ ഒരു രംഗമില്ല. പക്ഷെ ഉദാഹരണത്തിന് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കട്ടെ, കേരളത്തിൻ്റെ വാണികളെ പ്രതികൂലം ബാധിക്കുകയാണെങ്കിൽ ശരി നടപ്പാക്കിയോ, കേരളത്തിൽ നഷ്ടപരിഹാരം വേണം, അത് കേരളം ഒരുമിച്ച് നിന്ന് സമരം ചെയ്യേണ്ടി വരും. കേരളത്തിൽ റബ്ബർ കൃഷിക്കാർ, അത് ഏതെങ്കിലും പാർട്ടിയല്ല, BJPക്ക് മാറിക്കാൻ പറ്റും. BJPക്ക് പോലും മാറി നിൽക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഉദാഹരണത്തിന് അവരെ കൂടി കൂടെ നിർത്തിക്കൊണ്ടായിരിക്കും ട്രേഡ് യൂണിയൻ നിയമം, ട്രേഡ് യൂണിയനുകൾ അവകാശത്തിന് വേണ്ടി സമരത്തിൽ BMS അടക്കം വന്നില്ലേ. അതുകൊണ്ട് കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും റബ്ബർ കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് കേന്ദ്രം മുൻകൈ എടുക്കണം എന്നതിനെക്കുറിച്ച് എതിർത്ത് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അവർക്ക് നിയമസഭയിൽ പോലും പ്രാതിനിധ്യമുണ്ടോ? നിയമസഭയിൽ നിലപാടെടുക്കേണ്ടി വരത്തില്ലേ? അല്ല, അവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടായിരിക്കുമോ കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും, കേരളീയരെ മുഴുവൻ കേരളത്തിന് താല്പര്യത്തിന് അണിനിരത്താന്നുള്ളതാണ്. അങ്ങനെ അണിനിരക്കാൻ ആർക്കും തയ്യാറില്ലെങ്കിൽ അവർ അതിൻ്റെ രാഷ്ട്രീയ വില നൽകുകയും ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ BJPയെ വിശ്വാസത്തിലെടുക്കുവോ? BJPയുടെ നിയമസഭയിലുള്ള ഓ രാജഗോപാലിനെ വിശ്വാസത്തിലെടുക്കുവോ? എന്തത്, കേരളത്തെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ളൊരു പാർട്ടിയല്ലേ. അവർ നിയമസഭയിൽ മറ്റെല്ലാ പാർട്ടിയെ പോലെ തന്നെ നിയമപരമായ പരിഗണനകൾ ഉണ്ടാവും, യാതൊരു സംശയമില്ല. ജനാധിപത്യത്തിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് അങ്ങനെയുള്ള ഏറ്റുമുട്ടലോ കാര്യങ്ങളോ അല്ല. പക്ഷേ കേരളത്തിന് താല്പര്യം സംരക്ഷിക്കാൻ ഉറച്ച നിലപാടുണ്ട്. ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഫ്രെയിംവർക്കിനുള്ളിൽ സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങളെന്തോ ആ അവകാശത്തിൽ ഉറച്ചു നിന്നീ അതിനി നമുക്ക് പ്രായോഗികമായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്നുള്ള നമുക്ക് കാണാം. ഈ കേന്ദ്രത്തിൽ നിക്ഷിപ്തമായ അധികാരങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ അവകാശം, രാഷ്ട്രീയ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു ശൈലി പണ്ട് മുതലേ നമുക്ക് ഉണ്ട്. ആര് കേന്ദ്രം ഭരിച്ചാലും അത് ഉണ്ടായിട്ടുണ്ട്. BJP അത് കുറച്ച് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലി കാണാനുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവരുടെ മുഖ്യ പ്രചാരണ വിഷയം കേന്ദ്രം എന്ത് തന്നു, സംസ്ഥാനം എന്ത് ഉപയോഗിച്ചില്ല എന്നതായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പോലും ഇപ്പോൾ ഇന്ന് പത്രങ്ങളിലൊക്കെ അടിച്ചു വന്നിരിക്കുന്ന വാർത്ത, പ്ലാസ്റ്റിക് സിറ്റിക്ക് 1000 കോടി രൂപ BJP സർക്കാരിൻ്റെ 2ാം വാർഷിക പ്രഖ്യാപനമായിട്ട് തന്നിരിക്കുന്നു എന്നാണ്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുമായിട്ട്, പക്ഷെ സംസ്ഥാനം അതിൽ ഒരുപാട് ചെയ്താലേ അത് നടക്കൂ, സ്ഥലമൊക്കെ എടുത്തു കൊടുക്കണം എന്ന് പറയുന്നു, സ്വാഭാവികമാണ്. ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളോട് ഉള്ള സഹകരണം എന്തായിരിക്കും? അതിൻ്റെ രാഷ്ട്രീയ അവകാശവാദം ഡിബേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാണ് എടുക്കുക? അത് BJP അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുന്നതായിരിക്കും. ആയിക്കോട്ടെ, അത് ഉന്നയിച്ചോട്ടെ. സംസ്ഥാന സർക്കാർ അതുകൊണ്ടൊന്നും മാറി നിൽക്കുന്നില്ല. പൂർണ്ണ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന പരിപാടികൾ പൂർണ്ണ സഹകരണം നൽകി കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി നമ്മൾ മുൻകൈ എടുക്കും. പക്ഷേ ഈ അവസ്ഥ മാറണം. 2ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണോ ഓരോ പരിപാടി കൊടുക്കേണ്ടത്?
പദ്ധതിയുടെ ഭാഗമായിട്ട് മുൻപിൻ ബന്ധങ്ങൾ നോക്കി ഓരോ പ്രദേശത്തിൻ്റെയും സന്തുലനാവസ്ഥ ഉറപ്പുവരുത്തി രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യം പരിഗണിച്ചുകൊണ്ട് ഒരു പദ്ധതി ഉണ്ടാക്കി പദ്ധതിയുടെ ഭാഗമായിട്ട് തദ്ദേശ നമ്മുടെ സംസ്ഥാനങ്ങളുടെ അവകാശമായിട്ട് കിട്ടേണ്ടതിന് പകരം ഇങ്ങനെ രണ്ടാം വാർഷികത്തിന് ചില ഇഷ്ടദാനങ്ങൾ, ഇനി നമ്മൾ മോഡിയെ കുറച്ചും കൂടി പ്രീതിപ്പെടുത്തിയാൽ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കുക എന്നുള്ളത് ജനായത്തപരമായൊരു സംവിധാനമാണോ എന്ന് ചിന്തിക്കണം. ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഈ മോഡി സർക്കാരിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ആസൂത്രണ വികസനത്തിൻ്റെ എല്ലാം എടുത്തു കളയുന്നു. ഇങ്ങനെ ഓരോ ഇപ്പം മോളുടെ പിറന്നാളിനാവാം സമ്മാനം. ഈ വിമർശനമൊക്കെ നിൽക്കുമ്പോഴേ കേരളത്തിന് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ വിമർശനമൊന്നും ബാധകമല്ല. അൺകണ്ടീഷണലായിട്ട് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് നടപ്പാക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഏറ്റവും അവസാനം വന്നത് നമ്മുടെ ഡീസൽ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ ഒരു നിയമപരമായ ഇടപെടൽ കോടതിയുടെ വശത്ത് നിന്ന് ഉണ്ടായിരിക്കും. അതിനെതിരായിട്ടുള്ള ഒരു നിലപാടുമായിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നുണ്ട്. എന്ത് പറയാനുണ്ട് ധനമന്ത്രിക്ക്? ഈ ഹരിത ട്രിബ്യൂണലിൻ്റെ സർക്യൂട്ട് കോർട്ടിൽ നിന്ന് ഇങ്ങനൊരു വിധി വന്നത് തന്നെ അത്ഭുതപ്പെടുന്നു. ഇത് ഏറ്റവും പരിസ്ഥിതി വിരുദ്ധ വിധിയാണ്. എങ്ങനെ അത് പറയാൻ പറ്റും? ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പരിസ്ഥിതിക്ക് ദോഷകരമാണ് എന്നല്ലേ? പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്ന് റീയൂസ് ആണ്, ത്രോവേ അല്ല. ഈ ത്രോവേ കൾച്ചറാണ് ഈ പരിസ്ഥിതി വിനാശത്തിന് ഇടയാക്കിയിട്ട് 10 വർഷം കഴിഞ്ഞ അമേരിക്ക പറയുമ്പോൾ 5 വർഷം കഴിഞ്ഞ വലിച്ചെറിയണം, ഫാഷൻ മാറുമ്പോൾ വലിച്ചെറിയണം. ഈ വലിച്ചെറിയൽ സംസ്കാരം നിർത്തി പരമാവധി റീയൂസ് ചെയ്യണം. റീയൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ പഴയ എഞ്ചിനാണെങ്കിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡും മറ്റും ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? ആ മലിനീകരണം നിയന്ത്രിക്കാനുള്ള സംവിധാനം ഉണ്ടോ? അത് ഉറപ്പുവരുത്താൻ വേണ്ടത്. അതല്ലാതെ 5 വർഷം കഴിയുമ്പോൾ വലിച്ചെറിയണമെന്ന് പറയലല്ല. വിപണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിധിയാണ് ഉണ്ടായത്. ഇത് ഒരു വിപണിക്ക് വേണ്ടിയിട്ടില്ല, കയ്യടി മേടിക്കാനുള്ള വിധിയാണ്. പക്ഷെ ഇത് ബൂമറാങ് ചെയ്യാണ്. കാരണം എനിക്ക് ഇത് സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ്, പരിസ്ഥിതിയെ ആദർശങ്ങൾക്ക് നിരക്കാത്തതാണ്. ഇവർ പറയുന്നത് ഇതിൻ്റെ എഞ്ചിൻ്റെ കുതിരശക്തിയൊന്നുമല്ല നോക്കേണ്ടത്, മറിച്ച് കർശനമായ നിയന്ത്രണങ്ങൾ, പൊല്യൂഷൻ കൺട്രോൾ നിയന്ത്രണങ്ങൾ വേണം. അതില്ലാത്ത വണ്ടികൾ നിരോധിക്കപ്പെടണം. 15 വർഷം നികുതി മേടിക്കുന്ന വണ്ടി 10 വർഷത്തിൽ നിർത്തിക്കോണമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താ? ഇതിൻ്റെ പ്രത്യാഘാതം ഇന്നത്തെ പബ്ലിക് സെക്ടർ ട്രാൻസ്പോർട്ട് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നത് ഇല്ലാതാക്കുക. ഇതിനൊക്കെ എന്ത് റാമിഫിക്കേഷൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവധാനതയോടെ ചെയ്യണം. ഈ അവധാനതയില്ലാതെ ഇത്തരത്തിലുള്ള വിധി എന്ന് പറയുന്നതൊക്കെ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട. കാരണം ഇത് പരിസ്ഥിതി ആദർശങ്ങൾക്ക് വിരുദ്ധമായ ഒരു വിധിയാണ് ദൗർഭാഗ്യവശാൽ ഹരിത ട്രിബ്യൂണലിൽ ഉണ്ടായിട്ടുള്ളത്. ഹരിത ട്രിബ്യൂണൽ പരിശോധിക്കേണ്ടത് അവിടെ പൊല്യൂഷൻ നോംസ് എന്തായിരിക്കണം, അത് കർശനമായിട്ട് പാലിക്കപ്പെടും എന്ന് ഉറപ്പുവരുത്താൻ എന്തെല്ലാം അഡീഷണൽ ഫിറ്റിങ്സോ കാര്യങ്ങളോ നിയന്ത്രണങ്ങളോ ഈ വാഹനത്തിന് വേണം, ഇതാണ് പരിശോധിക്കേണ്ടത്. ഞാൻ പറയാം, 10 വർഷമല്ല 20 25 വർഷം വണ്ടി നന്നാക്കി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കണമെന്നാണ് പറയാം. കാരണം ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഇന്ന് അമേരിക്ക പ്രൊമോട്ട് ചെയ്യുന്ന കൺസ്യൂമറിസ്റ്റ് കൾച്ചറിൻ്റെ ഭാഗമാണ് ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിയുക. ഞങ്ങൾ ഈ മന്ത്രിസഭയുടെ ഉദ്ഘാടനത്തിന് ഉള്ള മുദ്രാവാക്യം എന്തായിരുന്നു? പരിസ്ഥിതി മുദ്രാവാക്യം ഡിസ്പോസിബിൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. വെച്ചാൽ ഇപ്പോൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്നത്. അതുകൊണ്ടാണ് വെള്ളം സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുത്തത്. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ കൊടുക്കുമ്പോൾ ഒരു ഗൗരവമായൊരു കാര്യമുണ്ട്. ഒന്ന്, ഗ്ലാസ് കൃത്യമായി കഴുകണം. അപ്പോൾ ഡിഷ് വാഷർ ഉണ്ടായിരുന്നു, 5000 ഗ്ലാസും കഴുകുന്നുണ്ടായിരുന്നു. കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും ചുണ്ടുമുട്ടിക്കുകയാണെങ്കിൽ അത് മാറ്റി വെക്കണം, അതുകൊണ്ട് കഴുകണം. ഇത് ചിലവാണ്, ആ ചിലവ് വഹിക്കണം. അല്ലാതെ എന്നാൽ 30,000 പേർക്കും ഒരു കുപ്പി വെള്ളം, ഒരു ഗ്ലാസ്, ഒരു കുപ്പി വെള്ളം വെച്ച് കൊടുക്കാനല്ല പോയത്. എന്നിട്ട് വലിച്ചെറിയാനും അതല്ലേ ഏറ്റവും എളുപ്പം. വലിച്ചെറിയുക, പിറക്കി വേണ്ടി കൊണ്ടുപോയാലും എളുപ്പമായിട്ടുള്ള കാര്യം ഇതാണ്. ഇവ സംഭവം പ്രയാസമുണ്ട്. 200 വോളണ്ടിയർമാർ അത് വെള്ളം ശുദ്ധീകരിച്ച വെള്ളം ലഭ്യമാക്കുക, അത് കൊണ്ടുപോയി കൃത്യമായിട്ട് കൊടുക്കുക, അത് 2 മണിക്കൂർ നേരം ഒരു പണിയെടുക്കുക ഇടതടവില്ലാതെ. പക്ഷെ അതാണ് പരിസ്ഥിതി സമീപനം, സംരക്ഷണ സമീപനം. അല്ലാതെ അമേരിക്കയുടെ ഈ ത്രോവേ കൾച്ചറല്ല. ഹരിത ട്രിബ്യൂണലിൻ്റെ ആദർശമായി കാണുന്നതാണ്. വളരെ ദൗർഭാഗ്യകരമാണ്. ഈ പുതിയ മന്ത്രിസഭ വന്നപ്പോൾ അതിൻ്റെ തുടക്കം
പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടു. മാധ്യമങ്ങളിൽ നിന്നൊക്കെ തന്നെ ഏതാണ്ട് കൂട്ടായ ഒരു പിന്തുണ കിട്ടി. മാധ്യമങ്ങളാൽ കടുത്ത രീതിയിൽ ആക്രമിക്കപ്പെട്ട ഒരു മുന്നണിയാണ്, പ്രത്യേകിച്ച് അതിൻ്റെ നേതാവ് പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് പോലും വളരെ വൈരുദ്ധ്യ തോന്നിപ്പിക്കുന്ന രീതിയിൽ പിന്തുണ കൊടുക്കുന്ന ഒരു സമീപനം മാധ്യമങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായി. ഇതൊക്കെ തുടരും, നിലനിൽക്കും എന്ന് കരുതുന്നുണ്ടോ? ഒന്ന്, ഇതെല്ലാം കണ്ട് മതിമറക്കണ്ട, അത് നിങ്ങൾക്കില്ല. രണ്ട്, ഇതൊക്കെ മാറും. ഇപ്പോൾ ചില പത്രങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേനും എടുക്കുന്ന നിലപാടാണ് അത് കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം എടുക്കുന്നത്. ഞാൻ പേരൊന്നും ഒരു പത്രത്തിൻ്റെയും പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. പക്ഷെ ഇങ്ങനെ നിലപാട് മാറ്റാൻ വേണ്ടിയിട്ടേ ഒരു കാരണം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള ദൃഢനിശ്ചയം ഞങ്ങൾക്കുണ്ടാവണം. സ്വല്പം എന്തെങ്കിലും തീ ഉണ്ടെങ്കിലല്ലേ വലിയ പുക ഉണ്ടാക്കത്തുള്ളൂ. പർവ്വതീകരിച്ചാണെങ്കിലും ഒക്കെ കഥകൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലും ഉണ്ടാകും. അതാ പിണറായി വിജയൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, അഴിമതിക്കെതിരായിട്ടും ഈ അവതാരങ്ങളൊക്കെ നമ്മുടെ വക്താക്കളായിട്ട് നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാം. അധികാരത്തിൽ വരുമ്പോൾ അങ്ങനെ പലരും ഒക്കെ അടുത്തു കൂടും, സേവ പിടിക്കാനും പൂഴ്ത്താനും പിന്നെ ഉപദേശിക്കാനും ഒക്കെ ബന്ധുക്കളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ അകറ്റി നിർത്തുകയും ഈ UDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരുപാട് അപവാദങ്ങളുണ്ട്, അപകീർത്തികരമായ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കാനും പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമാറ്റത്തിലുമൊക്കെ സ്വയം നിയന്ത്രണങ്ങൾ വരുത്താൻ കഴിയണം. അങ്ങനെ മരം മാറും പല മീഡിയയുടെയും എന്നുള്ള വളരെ വ്യക്തം. കാരണം ഉടമസ്ഥതയുടെ പ്രശ്നമുണ്ട്. ദേശാഭിമാനിക്ക് അതിൻ്റെ ഉടമസ്ഥനുണ്ട്, ആ നയത്തിനെതിരെ പെരുമാറാൻ പറ്റില്ല എന്നുള്ളത് പോലെ തന്നെ മറ്റെല്ലാ മാധ്യമങ്ങൾക്കും ഉണ്ട്. അപ്പം അതിനൊന്നും ഇപ്പം വലിയ കുശുമ്പ് തോന്നേണ്ട കാര്യമില്ല, അതങ്ങനെയാണ് യാഥാർത്ഥ്യം. പക്ഷേ അവർക്ക് മനം മാറാനായിട്ട് നമ്മളായിട്ട് അവസരം ഉണ്ടാക്കാൻ പാടില്ല. പൊതുവെ പിന്തുണ കിട്ടുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ ഉള്ളിലെ ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴെങ്കിലും പുറത്തു വരുന്നത് മുന്നണിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദനെ ഇനി എന്ത് ചെയ്യും എന്ന ഒരു രീതിയിലാണ്. അദ്ദേഹത്തിന് എന്ത് നിലയുണ്ടായിരിക്കും, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പദവി, അദ്ദേഹത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ്. അദ്ദേഹം എഴുതി കൊടുത്തു എന്നൊരു വിവാദം വന്നിരിക്കുന്നു. എങ്ങനെ ഇത് മുന്നണിയെ ബാധിക്കും, സർക്കാരിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും? അത് അതിൻ്റെ ഉള്ളിലെ ഒരു ഇൻസ്റ്റെബിലിറ്റി ആയിട്ട് നിലനിൽക്കുന്നു എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെ പരിഹരിക്കും? കഴിഞ്ഞൊരു ദശാബ്ദക്കാലത്ത് CPM-നുള്ളിലുണ്ടായിട്ടുള്ള വിഭാഗീയമായ തിരിവുകളും കിടമത്സരങ്ങളുടെ ഒരു ചരിത്ര അവലോകനം ചെയ്താൽ കഴിഞ്ഞൊരു 6 മാസക്കാലം എന്ന് പറയുന്നത് എത്രയോ വിഭിന്നമായൊരു ഒരു അനുഭവമാണ്. സർക്കാർ വന്നു കഴിഞ്ഞിട്ട് എത്ര സ്മൂത്തായിട്ടാണ് സർക്കാരിനുള്ള തിരിവ്, അതെങ്ങനെയാണ് തർക്കവുമില്ലാതെ തീർന്നതെന്നൊക്കെ അത്ഭുതപ്പെടുന്നവരുണ്ട്. അതിനുശേഷവും ഒരു തരത്തിലുള്ള ഭിന്നിപ്പുകളും പരസ്യമായിട്ട് വന്നിട്ടില്ല. ഈ ഒരു ശൈലി തുടരും. ഇനിയിപ്പം വർഷമല്ല, കഴിഞ്ഞ 6 മാസമായിരിക്കും. അതെ, 10 വർഷം തന്നെ. ഇനിയുള്ള വർഷങ്ങളിൽ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിന് എന്തായാലും വന്ന മാറ്റങ്ങളൊന്നും ഇവിടെ താഴത്ത് കിടന്ന് എന്ത് വേണമെന്നതിനെക്കുറിച്ച് പരസ്യ തർക്കവും കാര്യങ്ങളുമല്ല. ഞങ്ങളൊരു കേന്ദ്രീകൃത ജനാധിപത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ആണ്, സംഘടനാ തത്വം അതാണ്. മോളി തീരുമാനിക്കും. തൽക്കാലം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം. താഴെയുള്ളവർ അതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ലതല്ല. പണിയാൻ ഒരുപാടുണ്ടെന്ന്, ആ പണി ചെയ്യാം. ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ പ്രശ്നം തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കട്ടെ. ഞാനിതിനെക്കുറിച്ച് അഭിപ്രായപ്രകടനം നടത്തിയിട്ട് സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഭരണം തുടങ്ങിയിരിക്കുന്നു, താങ്കൾ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഔപചാരിക ദീർഘസംഭാഷണം ഞങ്ങളുമായിട്ട് നടത്തിയിരിക്കുന്നു. അവസാനമായിട്ട് ഇത് കേട്ടിരിക്കുന്ന ജനങ്ങളോട് ധനമന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇപ്പോൾ എന്ത് പറയാനുണ്ട്? നിങ്ങൾ എന്ത് വാങ്ങുമ്പോഴേ നിങ്ങളുടെ നികുതി കൊടുത്തു, അത് സർക്കാരിലേക്ക് കിട്ടണമെങ്കിൽ ബില്ല് വാങ്ങണം. നിങ്ങൾ ബില്ല് വാങ്ങൂ, നികുതി ഞാൻ പിരിച്ചോളാം. വളരെയധികം സന്തോഷം ഡോക്ടർ തോമസ്.